നമസ്കാരം. വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ വമ്പിച്ച ട്രോൾ നേരിടുന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാർ തന്റെ നിലപാട് വിശദമാക്കി രംഗത്തു വന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് ഒരാളോട് പോലും താൻ പറഞ്ഞിട്ടില്ലെന്ന് അഖിൽ മാരാർ വ്യക്തമാക്കി. താൻ ഒരിക്കലും ആരെയും തടയില്ല, എന്നാൽ താൻ കൊടുക്കുന്ന പണം ആർക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും അഖിൽ മാരാർ പറഞ്ഞു. എന്തുകൊണ്ടാണ് താൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതെന്നും അഖിൽ മാരാർ വിശദീകരിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. 15ഉം 20ഉം കോടിയുമൊക്കെ പ്രതിഫലം വാങ്ങുന്ന മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ 25 ലക്ഷമൊക്കെ സംഭാവന കൊടുക്കുന്നതിന് വലിയ സംഭവമായി ഞാൻ കാണുന്നില്ല. അവർ ടാക്സായി കൊടുക്കുന്നതിന്റെ ഒരു വിഹിതം മാത്രമാണിത്. അവർക്ക് ഈ തുക മറ്റു രീതിയിൽ ചെലവഴിച്ചേ പറ്റൂ. അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ നീക്കിവെക്കുന്ന ചെറുതും വലുതുമായ തുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന തുക കൃത്യമായി സർക്കാരിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരവുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ എന്റെ തുക ആരിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് മറ്റു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആകരുത്. സംസ്ഥാനത്ത് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാൽ കേരളത്തിലെ ജനതയെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരുന്നുവെങ്കിൽ ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്ന് തെണ്ടേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്ക് വരില്ലായിരുന്നു. കഴിവുകെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ അറിയാത്ത ഒരു ഭരണാധികാരി നമ്മളെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യന്റെ അടുത്തേക്ക് എന്റെ പണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5 ലക്ഷം രൂപ വയനാടിനായി കൊടുക്കാമെന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. എന്നാൽ ആ തുകയ്ക്ക് പകരം കുറച്ച് വലിയ രീതിയിൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യാമെന്ന് പിന്നീട് ആലോചിച്ചു. സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ 40 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് നൽകാമെന്ന്. നാട് മുഴുവൻ നടന്ന് പിരിച്ചിട്ടല്ല, എന്റെ സർക്കിളിൽ എന്നെ സഹായിക്കാൻ തയ്യാറാകുന്നവരുടെ കൂടി പിന്തുണയോടെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. വയനാട്ടിൽ ഇനി തുടരാൻ താല്പര്യമില്ലാതെ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടായിരിക്കാം. അതാണ് എന്റെ നാട്ടിൽ വീട് വെച്ച് നൽകാമെന്ന് പറയുന്നത്. വയനാട്ടിൽ ഇത്ര പണം തന്നാൽ എന്റെ സ്ഥലം വീട് വെക്കാൻ നൽകാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ഞാൻ തയ്യാറാകില്ല. കാര്യം, വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവന് വേണ്ടി 5ഓ 10ഓ സെന്റ് സ്ഥലം വിട്ടു നൽകാൻ ഒരുവൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോയി സഹായിക്കാൻ ചെന്നാൽ അവന്റെ മനസ്സിന്റെ വൈകൃതം എത്രത്തോളം കാണും. അതുകൊണ്ടാണ് എനിക്ക് ലഭ്യമായ സ്ഥലത്ത് വീട് വെച്ച് നൽകാമെന്ന തീരുമാനം എടുത്തത്. എനിക്ക് വേണമെങ്കിൽ 1 ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കയ്യടി വാങ്ങി മാർക്കറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് 1 രൂപയെങ്കിൽ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തട്ടെ എന്നാണ്. ഇതിൽ സഖാക്കന്മാർക്ക് ചൊറിയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. 3 വീട് വെച്ച് നൽകാമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ യൂസഫ് അലി സാഹിബിനെ പോലെയോ കല്യാണിനെ പോലെയോ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വീട്ടിൽ വെച്ചിരിക്കുകയാണോ? എനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്കാണ് ഞാൻ കൊടുക്കുന്നത്. സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള ഒരു ആയുധമാക്കി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കാൻ സഖാക്കന്മാർക്ക് കഴിയും. പക്ഷെ നിയമപ്രകാരം നമുക്കാർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അർഹതയുള്ളവരുടെ കൈകളിലേക്ക് നേരിട്ട് സഹായം എത്തട്ടെ എന്ന് ഞാൻ ആലോചിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വാസമില്ലെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. വയനാട്ടിലുള്ളവർക്ക് വീട് വെച്ചു കൊടുത്ത് ഞാൻ പോയേനെ. എന്നെ ചൊറിഞ്ഞാൽ ഞാൻ മാന്തും. മുഖ്യമന്ത്രിയോടുള്ള അവിശ്വാസം രേഖപ്പെടുത്തി ഞാൻ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായത്തെക്കുറിച്ചാണ്. 35 വയസ്സുവരെ സ്വന്തം വീട് പോലും ഇല്ലാതിരുന്ന ഞാൻ ഒരു വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത് കോടിക്കണക്കിന് രൂപ ഉണ്ടായതുകൊണ്ടല്ല. നമ്മൾ അങ്ങ് ഇറങ്ങുമല്ലേ, അത്രയേ ഉള്ളൂ. അത് വിമർശനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു നല്ല കാര്യത്തെ സഖാക്കന്മാർക്ക് എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? നാടിനു വേണ്ടി നല്ലത് ചെയ്യാൻ ഏതെങ്കിലും ഒരാൾ ഇറങ്ങുമ്പോൾ അവന്റെ രാഷ്ട്രീയം ചികഞ്ഞും അവനെ വ്യക്തിപരമായി ആക്രമിച്ചും എല്ലാം നിന്റെയൊക്കെ കീശയിൽ കൊണ്ടിട്ട് നിങ്ങളിലൂടെ മാത്രമേ ഈ നാട് നന്നാക്കാവൂ എന്ന് വാശിയൊന്നും വേണ്ട. മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നാട് നന്നാകില്ല. നാട് നശിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെയാണ് അഖിൽ മാരാർ പറഞ്ഞത്. ഒരു കൈ കൊടുക്കുമ്പോൾ മറുകൈ അറിയരുതെന്ന പ്രമാണമൊക്കെ നിലനിൽക്കെ സഹായ വിതരണത്തിൽ ഇങ്ങനെ വിവാദമുണ്ടാകുന്നത് കഷ്ടമാണ് എന്ന് മാത്രം പറയാം.